ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും അതുപോലെ ഭയങ്കര ടേസ്റ്റിയായ ഒരു ബീഫ് മന്തിയുടെ റെസിപ്പിയാണ്. എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മസാല ചേർത്ത് കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് നമ്മൾ ഈ മന്തി തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 1.5 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ കഷ്ണാക്കി മുറിച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാനായിട്ട് 3 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി എടുക്കരുത്, ഇതുപോലെ കുരുമുളക് എടുത്ത് അത് ക്രഷ് ചെയ്തിടുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു 10-12 ഏലക്ക, കുറച്ച് ഗ്രാമ്പു, പട്ട, അതുപോലെ 2 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് വലിയ ജീരകം കൂടെ ചേർക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ക്രഷ് ചെയ്ത് വരാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അധികം പൊടിഞ്ഞു പോവരുത്, ഇല്ലെങ്കിൽ കല്ലിലൊക്കെ ഇട്ടൊന്ന് കുത്തിയെടുത്താലും മതി. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു കറക്റ്റ് അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും തന്നെ നല്ല പോലെ പേസ്റ്റായി അരച്ചെടുക്കരുത്, ഒന്നിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ ക്യൂബാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബീഫിൻ്റെ ക്യൂബ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഒരു പെട്ടിയിൽ 2 എണ്ണമാണുള്ളത്, അത് രണ്ടും ഞാനിതിലേക്ക് പൊടിച്ചതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഏകദേശം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ വിതറി കൊടുത്ത് 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 2 മണിക്കൂറൊന്നും വെക്കാൻ ടൈമില്ലെങ്കിൽ മാത്രം അരമണിക്കൂറെങ്കിലും നിർബന്ധമായിട്ടും വെച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് റെഡിയായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ അതിനായി ഒരു ചെമ്പിലേക്ക് 300 ml സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്ന ടൈമിൽ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു ക്യാപ്സിക്കൻ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബീഫിക്ക് ഇട്ട പോലെ തന്നെ 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കൈവച്ചിട്ടൊന്ന് പൊടിച്ച് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അളവൊക്കെ 1.5 കിലോ റൈസൊക്കെയുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്നത് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്ക് അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ മാഗി ക്യൂബ് ചേർത്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും. വേണമെങ്കിൽ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മന്തി തയ്യാറാക്കാനുള്ള റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ്. അപ്പോൾ നമ്മൾ മന്തി തയ്യാറാക്കാൻ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ നല്ല റൈസ് തന്നെ തിരഞ്ഞെടുക്കുക. അതേപോലെ യെല്ലോ റൈസ് വേണം മന്തി വെക്കാൻ തിരഞ്ഞെടുക്കാൻ. ആ ഒരു റൈസ് കൊണ്ട് മന്തി ഉണ്ടാക്കിയാലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് ഇവിടെ ഹാഫ് വേവായിട്ടുണ്ട്. ഈ ടൈം വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് ടൈമും കൂടി ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബീഫ് നല്ല പോലെ വെന്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഈ ബീഫത്തെ ഗ്രേവിയാണ് നമ്മുടെ റൈസിന് ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. കുറച്ചൊരു ഗ്രേവിയോട് കൂടിയാണ് നമ്മളിത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ആക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ചോറ് ഒന്നെങ്കിൽ കോരിയൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുത്താലും മതി, ഇല്ലെങ്കിൽ നടുവിൽ ഇതുപോലെ ഒരു കുയ്യാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാനിത് വേറെ പാത്രത്തേക്കൊന്നും മാറ്റുന്നില്ല, ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുഴുവൻ ബീഫും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിന് കുറച്ച് റൈസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഒന്ന് കാണാത്ത രൂപത്തിൽ നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 6-7 മിനിറ്റും കൂടെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബീഫും മസാലയൊക്കെ എല്ലാ വശത്തേക്കും ആകുന്ന രൂപത്തിൽ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.